Hi, Assalamu alaikum. Welcome back to my channel. Appa, in the day in my life. Appa, in the breakfast I call in the weekend. Makkala utullar. Later breakfast 10 o'clock. Hanga late nikkirar narasam. Appa pinne breakfast ready ആക്കല്ലോ breakfast ಅಂದ್ರೆ എന്തെങ്കിൽ ಇದು ನಗುಲಿಯಪ್ಪತ್ತೆರ್ತಲೆ ಬಿತ್ತೇವല്ലോ ಇದು പിಟ್ಟಂದ್ರೆ ഞങ്ങൾ പോലരപ്പിട്ട് പോലರನ അരച്ച് വെച്ചിരിക്കರೆ അപ്പോൾ എൻ്റെ പോലരപ്പിട്ട് ലാസ്റ്റ് ഇയർ വീക്ക്ലി വൺസ് ഞാൻ അരച്ച് വെക്കற പോലെಗೆ ഇഡ്ലിಗೆ അപ്പത്തിಗೆ അങ്ങനെയല്ല അപ്പോൾ ಅದಕ್ಕೆ ತೆಲ್ ಕ್ಯಾರೆಟುം ഓനിയനും കായ്മലവും പിന്നെ കൊത്തമ്പരി ചൊപ്പ് അതെല്ലാം ഇട്ടിട്ട് ചന്ത മിക്സ് ആക്കണം തെല്ല് പിന്നെ ഞങ്ങൾ ഇങ്ങു അപ്പോൾ നല്ല ഫ്ലേവർ ഇക്കർ ತೆಂಗಿನ തേങ്ങ ಬಿತ್ತಿಂಗ್ നല്ലൊരു ഫ്ലേവർ ഇക്കറ് തേങ്ങ അല്ലെങ്കിൽ നല്ലോണം മാറും അതിങ്ങനെ ಬಿತ್ತಿತ್ತು ഒരു 5 നിമിഷം ഇങ്ങനെ മേൽ ബണ്ട് പിന്നെ എല്ലാം ഒന്ന് മറിച്ചിടണം ഞങ്ങൾ ഇങ്ങനെ ഗുലിയപ്പത്തേടെ നോൺ സ്റ്റിക്ക് ആയെങ്കിൽ ಬೇಗ ഈസിയിൽ ഇത് മറിച്ചിടുകയും നോൺ സ്റ്റിക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് തെല്ല് അഡ്ജസ്റ്റ് ആക്കണം പിന്നെ നോൺ സ്റ്റിക്ക് ആകുമ്പോൾ തോന്നുന്നുണ്ട് ಬೇಗ ಅಂಟೆ ഇങ്ങനെ മേൽ ബണ്ട് നിൽക്കില്ല ಅದಕ್ಕೆ ನಾನು നോൺ സ്റ്റിക്കോ ഗുലിയപ്പത്തേടെ യൂസ് ആക്കാത്ത ഞങ്ങൾ പിന്നെ ഉണ്ണിയപ്പം ആക്കാറല്ലേ അപ്പോൾ ഉണ്ണിയപ്പം ആക്കുമ്പോൾ അത് ಬೇಗಗೆ ആവില്ല ഇങ്ങനെ എണ്ണയിൽ ഇങ്ങനെ എന്താ പറയുന്നത് ബോട്ട് പോലെ മേലിങ്ങനെ ഇങ്ങനെ ഫ്ലോ ആയിക്കർ അപ്പോൾ അത് കഷ്ടമാവും ಅದಕ್ಕೆ ഇരുമ്പുറമ എൻ്റെ ഹസ്ബൻഡ് ഔട്ടിലെല്ലാം ഇരുമ്പുറല്ലോ നണ്ടോട്ട് പിന്നെ ഇരുമ്പുറതില്ല നണ്ടോട്ട് ഇങ്ങനെയല്ലോ ബീഡിറതുള്ളൂ ഇത് അലുമിനിയം അല്ല ബീഡ് ചെല്ലറാറ് അത് അപ്പോൾ ഇങ്ങനെ എല്ലാ നഷ്ടം നിങ്ങൾ ഇങ്ങനെ ആക്കി എടുത്തെങ്കിൽ എന്താ പറയുക ചട്നി ഉണ്ടെങ്കിൽ നല്ല ഒരു ഇനി ചട്നി ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് കായ്മലോ പിന്നെ ഇങ്കെല്ലാം ഇട്ടതിൽ നല്ല ഫ്ലേവർ ഇക്കറ് ഞങ്ങൾക്ക് അങ്ങനെ തിന്നാം പിന്നെ ഇതൊക്കെ എല്ലാ വെജിറ്റബിൾസും ഇടണം ആ ക്യാരറ്റ് മാത്രമേ ഇട്ടു വേറെ എന്ത് വെജിറ്റബിൾസ് ഇല്ല കുറേ ഇതിಗೆ ബീൻസ് ക്യാരറ്റ് ಕ್ಯಾಪ್ಸಿಕಮ್ അങ്ങനെല്ലാം ഇടാറ് ನಾನು ಕ್ಯಾರೆಟ್ മാത്രമേ ഇട്ടു പിന്നെ ನನ್ನ ಮಕ್ಕಳು ನಾನು ಚೆನ್ನ ವೆಜಿಟೇಬಲ್ಸ್ ಇಟ್ಟರೆ ಇಷ್ಟ ಅಲ್ಲ അങ്ങനെ ನನಗೆ ಎಂದ್ರ ಬೇನೆಂಗಿಡ ಕ್ಯಾಬೇಜಿ ಎಂದ್ರ ಬೇನೆಂಗಿಡ അപ്പോൾ ഇത് ഞാൻ റെഡി ആക്കിയിട്ടുള്ളൂ ഇത് ಬೇಗ ರೆಡಿ ಅವರು ഒരു 5 ನಿಮಿಷത്തിൽ സെറ്റല്ല 5 നിമിഷം വേണ്ട വിചാരിക്കരുത് ಬೇಗ ರೆಡಿ ಅವರು പിന്നെ എപ്പം മക്കൾക്ക് പോലെമേ ഇഡ്ലിയെ കൊടുക്കണ്ടല്ലേ ഞങ്ങൾക്ക് വേറെ എന്തും ಅಂದ್ರೆ എന്തെങ്കിൽ അങ്ങ് ಬೋರವ್ರಲ್ಲ ಇಲ್ಲಿಂಗು ಸೇಮ್ ತಿಂಡತ್ತು അപ്പോൾ ಬೋರವಂಡ ചെന്ന് ഞാൻ ഒരു നാൾ ഒത്തപ്പാക്കി കൊടുക്കുക ഒരു നാൾ അപ്പാക്കി കൊടുക്കുക ഒരു നാൾ പോലെ ഇഡ്ഡലി അങ്ങനെ ചേഞ്ച് ആക്കിയിട്ട് കൊടുക്കുക പിന്നെ അങ്ങക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കി പിന്നെ നക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കിയല്ലോ ഞാൻ പിന്നെ അരി ഐറ്റംസ് എന്തും തിന്നല്ലേ അതിപ്പോൾ കുറേ ടൈം ആയിത്ത് ഇപ്പോൾ നക്ക് മൾട്ടിഗ്രെയിൻ ബ്രെഡ് ഉണ്ട് അപ്പോൾ അത് സാൻഡ്വിച്ച് ആക്കാൻ വിചാരിച്ചേ പിന്നെ ചോറ് മാത്രമല്ല അരിയിൽ എന്തും തിന്നല്ല അതേപോലെ മൈദത്തിൽ എന്തും തിന്നല്ല ഷുഗർ യൂസ് ആക്കില്ല അങ്ങനെയല്ല ഫ്രൂട്ട്സ് എല്ലാം തിന്നറേ ಅಂದರೆ ನ್ಯಾಚುರಲ್ ಕಂಟೆಂಟ್ ಆಫ್ ಶುಗರ್ ഏതും തിന്നറേ അങ്ങനെ അപ്പോൾ ബ്രെഡ് ഓംലെറ്റ് ആക്കിയുള്ളൂ ഇത് മൾട്ടിഗ്രെയിൻ അപ്പോൾ മൈദത്തല്ല ഇത് അപ്പോൾ ഇതൊക്കെ ഞാൻ മുട്ടയും പിന്നെ ഈ ബ്രെഡും പിന്നെ എന്തെങ്കിൽ ನಾನು ಅವಕಾಡೋ ഞങ്ങൾക്ക് വെയിറ്റ് ലോസ്ക്ക് പിന്നെ ഫാറ്റ് ലോസ്ക്കെല്ലാം അവക്കാടോ ഭയങ്കര നല്ലോ അവക്കാടോ വില കുറഞ്ഞപ്പോൾ ഞാൻ വില ഇനി ആറാകും തോല് യൂസ് ആക്കറ വില ആരെങ്കിൽ ഇപ്പം ഇതൊരു 10-15 ദിരംസ് ഉള്ളതിൽ ഞങ്ങൾക്ക് അവക്കാടോ കിട്ടും ഇതൊരു സീസൺ കഴിഞ്ഞെങ്കിൽ പിന്നെ 35 ദിരംസ് അല്ല അവർ അപ്പം യൂസ് ആക്കില്ല പിന്നെ ഗ്രീൻ ടീ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ട് ഞങ്ങൾ അതിൽ പിന്നെ ഞാൻ എന്താ എനിക്ക് ഡോഗ് ഫുഡെല്ലാം കൊടുത്തു പിന്നെ ഇപ്പം ഞങ്ങൾക്ക് ബിരിയാണി റെഡി ആക്കിയുള്ളൂ ബിരിയാണി ഫിഷ് ബിരിയാണി ഇതിപ്പോൾ അഞ്ചൽ ബിരിയാണി ഞങ്ങൾക്ക് ഏതിലും ആക്കാം അഞ്ചൽ ബേന ആക്കാം മാഞ്ചി ബേനെങ്ക ആക്കാം മുറുമീൻ ബേനെങ്ക ആക്കാം വലിയ മീൻ ഞങ്ങൾക്ക് ഏതും ആക്കാം അപ്പോൾ ഇത് ഫസ്റ്റ് ഞങ്ങൾ ഫിഷ് ഫ്രൈ ആക്കി എടുക്കണം ഫിഷ് ഞാൻ നോർമൽ ഞങ്ങൾ ഏത് മസാല എടുക്കുക ആ മസാലമേ ഞാൻ ഇന്നലെ എന്താ എന്തെങ്കിൽ ഇത് പാതി മീൻ ഞാൻ ഓൾറെഡി ഇന്നലെ ഞങ്ങൾക്ക് ചോറുക എടുത്തന്നെ അപ്പം ഞാൻ മാരിനേറ്റാക്കി വെച്ചിരുന്നേ പിന്നെ അതേ എണ്ണയിൽ ഞാൻ ഇപ്പോൾ ഓണിയൻ ഫ്രൈ ആക്കിയുള്ളൂ ഇപ്പോൾ ഞാൻ 2 ഉള്ളി മാത്രം എടുത്തോ എന്ത് ചെയ്യുന്നെങ്കിൽ ഇതൊരു 2 കപ്പ് അരിയിൽ ഞാൻ ഇതാക്കിയിട്ടുള്ളൂ ചെന്നൈ നാവുന്നില്ല പിന്നെ ഹസ്ബൻഡ് മಕ್ಕಳು 2 ടൈംസ് അപ്പോൾ 2 കപ്പ് ഞാൻ ആക്കിയിട്ടുള്ളൂ യാറാക്കില്ല അപ്പോൾ ಅದಕ್ಕೆ 2 ഉള്ളി മേയാവും ഞങ്ങൾ 1 കപ്പ് അരിക്ക് 1 കപ്പ് ഉള്ളി മീഡിയം സൈസ് ആ ഒരു ഇതിലെടുക്കറോ പിന്നെ ಇದಕ್ಕೆ ತೆಲ್ കറിച്ചൊപ്പിട്ടിട്ട് ഞങ്ങൾക്ക് അകത്തേക്ക് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഉള്ളി സോട്ടാക്കി എടുക്കണം ബിരിയാണികളിൽ എങ്ങനെ നോർമൽ ബിരിയാണിക്ക് എങ്ങനെ ആക്കറ അങ്ങനെ ചെറിയ ചേഞ്ചസ് മീൻ ബിരിയാണികളോ പിന്നെ ഇത് ഇഞ്ചി ಬೆಳ್ಳುಳ್ಳಿ ಕಾಯಿಮಲೋ ನಾನು ಇಟ್ಟರೆ ಕಾಯಿಮಲೋ ಚೆನ್ನ ಇಟ್ಟತ್ಲ ಅವ್ರು 4 ಇಟ್ಟರು ಅಂದರೆ ഒന്നാമത്തെ 2 ಪಾವು ಅರಿಲ್ಲೋ പിന്നെ എന്തെങ്കിലും ഞങ്ങൾക്ക് മീനിക്ക് ഞങ്ങൾ മുളക് പൊടി ഇട്ട മീനിക്ക് മുളക് ഞങ്ങൾ നോർമൽ മുളക് മഞ്ഞൾ ഉപ്പ്
ಕೊತ್ತಂಬರಿ ಸೊಪ್ಪು ಕೊತ್ತಂಬರಿ ಪೊಡಿ ಅದೆಲ್ಲ ಇಟ್ಟು ತೆಂಗನ ಹಾಕ್ರೆ അങ്ങനെ ഉള്ളി സോട്ടായി പിന്നെ ഇതിക്ക് നല്ല മുളക് പൊടി പിന്നെ 1 സ്പൂൺ പിന്നെ അതിക്ക് അകത്തേക്കുള്ള മഞ്ഞളുടെ പൊടി 1 സ്പൂൺ കൊത്തമ്പരി പൊടി പിന്നെ ഒരു 3/4 സ്പൂൺ നോർമൽ ഗരം മസാല ഇട്ടിട്ടുണ്ടെങ്കിൽ ചന്തൊന്ന് മിക്സ് ആക്കണം ഈ ടൈമിൽ ഫ്ലെയിം ഒന്ന് സ്ലോ ആക്കി വെക്കണം പിന്നെ ഇതിക്ക് ഞാൻ ഇനിയും ബിരിയാണി മസാല ഇടുകൊണ്ട് ഞാൻ ഫിഷ് ബിരിയാണി മസാല ഇട്ടിട്ടുണ്ട് അങ്ങനെ ഫിഷ് ബിരിയാണി മസാല ഇട്ടിട്ട് ഫിഷ് ബിരിയാണി മസാല ഇല്ലെങ്കിൽ നമുക്ക് നോർമൽ ഗരം മസാലമേ 1 സ്പൂൺ ആക്കി എടുത്തെങ്കോ ഇല്ലെങ്കിൽ ചിക്കൻ ബിരിയാണി മസാല അതും എടുത്തോ ഇല്ലെങ്കിൽ നമുക്ക് ഫിഷ് മസാല നാളെ കയ്യിൽ അതോ ഫിഷ് ഫ്രൈ മസാല ഫിഷ് മസാല ഏതുമാവും അങ്ങനെ ഒരു മസാല ഇല്ലെങ്കിൽ ഫ്ലേവർ ആയിരിക്കും അത്രമേ പിന്നെ അതിക്ക് തെല്ല് ടൊമാറ്റോ ഒരു 1.5 ടൊമാറ്റോ ഇട്ടത്തൊന്ന് സോട്ട് ഉപയോഗിക്കുന്നു ടൊമാറ്റോ സോട്ടായി പിന്നെ ഇതിക്ക് ഞാൻ ഒരു 100 ml ഒരു 2-3 സ്പൂൺ ഉണ്ട് 100 ml കണക്ക് ചില്ലറെങ്കിൽ തൈര് ഇട്ടിട്ട് ചന്തൊന്ന് മിക്സ് ആക്കും തൈര് ചമ്മപ്പുലിൻ്റെ 100 ml വേണുണ്ടില്ല ഒരു 50 ml ಅವರು ഞങ്ങളുടെ തൈർക്ക് പുലിക്കൊരടിയാകാൻ പിന്നെ ഇതിക്ക് ഞാൻ കൊത്തമ്പരി ചൊപ്പും പുതിന ചൊപ്പും ഇട്ടിട്ട് പിന്നെ തെല്ല് പുളി ಬೇನು ಚೆನ್ನಾಗಿ ಚಿಕನ್ ಅಲ್ಲೇ ಮೀನಲ್ಲೇ ನಂಗೆ ಇದಕ್ಕೆ ಬೇರೆ ಇಲ್ಲ ಮೀನಿಗೆ ತೆಲപ്പം ನಂಗೆ പുളി ಬೇನು ಅದಕ್ಕೆ ಒರ್ಲಿಂಬೆ ಫುಲ್ പുളിങ്ങിര പിന്നെ ഇത് മീനിൻ്റെ തലം ബീലല്ലിക്കറല്ലേ അത് ചന്ദനങ്ങ തന്നിൽ ಪೈಬಾಟಿತ್ತೊಂದು ಚಪ್ಪೆ ಅಂಬತ್ತು ಅದ್ರ ಎರ್ಚೆಲ್ಲಿಕ್ಕರಲ್ಲಿ ತಲೆರ ಎರ್ಚಿ ಬೀಲತ್ತೆ ಎರ್ಚೆಲ್ಲ ಮುಳ್ಳು ಸಪ್ರೇಟ್ ಹಾಕಿತ್ತು ಎರ್ಚೆರ್ತಿತ್ತು ಆ ತನ್ನಿ ಚಮ್ಮ ಬೇಕೋತೀರ ತೆಲ್ಲೂರು 1 ಸ್ಪೂನಲ್ಲಿ 1 ಗ್ಲಾಸೆಲ್ಲ ಬೆಚ್ಚಿತ್ತು ಬಾಟಿ ಇತ್ತು ಮೀನಿನ ಮುಳ್ಳು തലവര മുള്ളെന്ത് ബൂലാത്തപ്പോലെ നോക്കുന്നുണ്ട് കയ്യിലൊന്ന് ബൂൺ തിന്നതിപ്പോൾ ഞാൻ എടുത്തോണ്ടുള്ളൂ ആ ഇറച്ചി വേസ്റ്റ് ആക്കോ തീരാ ആ എന്താ ഫിഷ് സ്റ്റോക്കും മീറ്റും തലയിലുള്ള മീറ്റും പിന്നെ ബീലത്തിലുള്ള മീറ്റും മുള്ളു മാത്രമേ അറിയുള്ളൂ പിന്നെ തന്നിയും ഇറച്ചി ഇത് കിട്ടത്ത് ചന്ദനങ്ങ ಬೇಬಟನ್ ಮತ್ತು ಅದು ಅಂದ್ರೆ ಕುರ್ಗುರ್ അതിൽ പിന്നെ ಇದಕ್ಕೆ ನಂಗೆ ಬರ್ತ್ ಬೆಚ್ಚು ഉള്ളിയും ഇട്ടിട്ട് ചന്ത മിക്സ് ആക്കണം പാതി ഉള്ളി മാത്രം ഇട്ടേ ഒരു 1.5 ഉള്ളി ഞാൻ ഫ്രൈ ആക്കുന്നത് അതിൽ പാതി പാതി ഞങ്ങൾക്ക് ഗാർണിഷ്ക്ക് വേണം പിന്നെ അത് പാടെ കൊത്തമ്പരി ചൊപ്പ് ഇട്ടിട്ട് ഞങ്ങളെ മസാല റെഡി ചെയ്ത് ഇന്ന് ഇതിക്ക് മീൻ ഇതിൽ മേൽ മാത്രം വെച്ചിരും മീൻ വെച്ചിട്ട് മിക്സ് ആക്കോത്തീരും മീൻ ഒടിയരും മീൻ ഇപ്പം ഞങ്ങൾ ഏത് മീൻ എടുത്തെങ്കിൽ മീൻ സോഫ്റ്റ് അപ്പം മീൻ ഒടിയരും മീൻ ഒടിഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് ഒരു തിന്നുമ്പോൾ ബിരിയാണിക്ക് കൊസ്യുമാവില്ല ചെന്ന ഫുൾ മീൻ കിട്ടില്ല ഞങ്ങൾക്ക് പിന്നെ എന്താ പറയുന്നെങ്കിൽ മീനും മുല്ലെല്ലാം മിക്സ് ആവും അപ്പം അത് ജാഗ്രത പിന്നെ ഇന്ന് ഞങ്ങൾക്ക് ദമ്മിടുണ്ട് മീൻ വെച്ച് മിക്സ് ആക്കില്ല ഒരു 10 നിമിഷം ഞാൻ ജസ്റ്റ് സ്ലോ ഫ്ലെയിമിൽ ഒരു 10 നിമിഷം വിട്ട് അത്രമേ പിന്നെ ഇതൊക്കെ ഞാൻ ചോറ് റെഡിയാക്കി വെച്ചാൽ ചോറാക്കുന്നത് ഞാൻ കാട്ടില്ല ഇപ്പോൾ എല്ലാവർക്കും പേടിയുണ്ട് ചോറ് എങ്ങനെ ആക്കുന്നുണ്ട് അപ്പോൾ പിന്നെ 2 ലെയർ ആക്കി തിട്ടേ മസാല 2 ലെയർ ആക്കില്ല മസാല ഒരേ ലെയർ ആക്കറോ ചോറ് 2 ലെയർ ആക്കറോ ಅದಕ್ಕೆ ഞങ്ങൾ കാഷ്യൂ ഉള്ളി കൊത്തമ്പരി ചൊപ്പ് പുതിന ചൊപ്പ് പിന്നെ മേലെ കുറേ നെയ്യെല്ലാം ബീത്തിട്ട് ഇന്ന് അലുമിനിയം ഫോയിൽ ഒന്ന് വെച്ചിട്ട് അലുമിനിയം ഫോയിൽ വെക്കണമെന്നില്ല എന്തും ദിന്നെ വെച്ച് കൊടുത്തേമേ പരായത്താക്കരെങ്കിൽ ഞാൻ അവിടെ അമ്മിക്കറല്ലായിരിക്കും അതിൽ കുട്ടി അതിന് മേൽ വെച്ച് വിടുക എന്തും ദിനത്തെ വെച്ചുമേ ഇവിടെ ദിന്നില്ലാത്തതിൽ പുറത്ത് പോകുന്നതിന് അലുമിനിയം ഫോയിലും പിന്നെ മുച്ച് വിട്ടെങ്കിൽ ഒരു 20 മിനിറ്റ്സ് എന്താണെങ്കിൽ ചെറിയ ഫ്ലെയിമിലും ഇട്ട പിന്നെ ഓഫ് ആക്കിയിട്ട് 20 മിനിറ്റ്സിൽ പിന്നെ ഞങ്ങൾ എന്താണെങ്കിൽ ദം ഓപ്പൺ ആക്കണം ദമ്മ് 20 മിനിറ്റ്സ് ബുട്ട് ഓപ്പൺ ആക്കില്ല ಬೇಗം ഓപ്പൺ ആക്കിയെങ്കിൽ ബിരിയാണി അത്ര സെറ്റ് ആവത്തപ്പോൾ അവരങ്ങനെ പിന്നെ ഞങ്ങൾ ബിരിയാണി ചെന്ന് മിക്സ് ആക്കിയിട്ട് സർവ് ആക്കിയെങ്കിൽ കഴിത്ത് പിന്നെ കൊറിയാൾക്ക് മസാല ಯಾರು ಇಷ್ಟಕ್ಕೆ ಕೊರಿಯಾൾക്ക് എന്തെങ്കിലും മസാല അത്ര ഇഷ്ടക്കില്ല എനിക്ക് മസാല ಯಾರಿന്ന ബിരിയാണി ഇഷ്ടം ബട്ട് ನನ್ನ ഹസ്ബൻഡിಗೆ മസാല ಯಾರಿന്ന ബിരിയാണി അങ്ങനെ ഇഷ്ടമല്ല അപ്പം ഞാൻ അത് അഡ്ജസ്റ്റ് ആക്കിയിട്ട് സർവ് ആക്കറേ എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും മസാല ಯಾರು ഇഷ്ടം അപ്പം ഞാൻ ഈ ബിരിയാണി ഉണ്ടാത്തതിൽ ഞാനത് അഡ്ജസ്റ്റ് ആക്കിയിട്ട് മക്കൾക്കും ഹസ്ബൻഡിಗೆ അഡ്ജസ്റ്റ് ആക്കിയിട്ട് ഇടറേ അപ്പം ഞാൻ ഒരു സർവിങ് ബൗളിൽ ഇപ്പം ಸರ್ವ್ ಹಾಕಿತ್ತು ಅಂಕ್ ಇಪ್ಪ ಹಸ್ಬೆಂಡ್ ಉಣ್ಣರು ಬಾಕಿ ಜನಗಳಿಗೆ ನಾನು ಊಟನು അതിൽ പിന്നെ മെനക്ക് മോൾക്കും നക്കലുണ്ടാവും ഇപ്പോൾ മോലെ ഫുഡ് ഞാൻ റെഡിയാക്കി ഉണ്ടല്ലോ അതിന് ഞാൻ നെയ്ച്ചോറ് അരി ഒരു 2 സ്പൂണ് ഒരു 1/2 സ്പൂണ് ഞങ്ങൾ മസൂർ ദാല് പിന്നെ ക്യാരറ്റ് ഇത് പിന്നെ ഞങ്ങൾ കിഴങ്ങ് മരക്കിഴങ്ങല്ല സോറി നോർമൽ കിഴങ്ങില്ലേ ആ കിഴങ്ങിന് ബദൽ ബಟಾಟೆ ഇട്ടെങ്കിൽ മാവ് ഞാൻ കിഴങ്ങ് കുമ്പൊന്നും തിന്നിട്ട് അങ്ങനെ യൂസ് ആക്കിയുള്ളൂ പിന്നെ വേറെ എന്ത് വെജിറ്റബിൾ ഇട്ടിട്ട് നമുക്ക് കുക്കറിലിട്ട് 2 വിസിലാക്കിയും കഴിത്ത് പിന്നെ നക്ക് മൾട്ടിഗ്രെയിൻ ദോശയും പിന്നെ എന്താണെങ്കിൽ മീനും വെജിറ്റബിൾസ് പിന്നെ ഇപ്പോൾ ഇത് 2-3 വിസിലാകുമ്പോൾ ഞങ്ങൾ
ചോറ് റെഡി ചെയ്ത് ഇപ്പം ഞാനിത് ചന്ത വടിച്ചോളൂ. ഇപ്പോൾ മോൾക്ക് 10 തിങ്കളായിട്ട് ഞാൻ മിക്സിയിൽ അരച്ചിട്ട് കൊടുക്കില്ല. ആ തിങ്കളെല്ലാം 6-7 തിങ്കൾ ഇന്നപ്പോൾ ഞാൻ മിക്സിയിൽ അരച്ച് കൊടുത്തായിരുന്നു. ഇപ്പം 10 തിങ്കളെല്ലാം ನನಗೆ മിക്സിയിൽ അരച്ചിട്ട് കൊടുത്തു ಕೊತ್ತೀರ അപ്പം അങ്ങനെ തിന്നോ ಗೊತ್ತಾവിಲ್ಲ. പിന്നെ ചന്ത വടിച്ചിട്ട് അവൾക്ക് ഞാൻ ഫുഡും എല്ലാം കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ ഇപ്പോൾ പുറത്ത് പോകും റെഡിയായുള്ളൂ. ഇപ്പം ഞങ്ങൾ ഒരു റൂം നോക്കി ഫുൾ സാമാന അത് കുറേ സാമാന. ഇത് ഞങ്ങൾ കൊമ്പോണ്ട ഡ്രസ്സെല്ലാം ഞാൻ മോൻ്റെ ബെഡിൽ റെഡിയാക്കി വെച്ചിട്ട് ഒരാൾ ഞാൻ എടുക്കാത്തതിൽ നല്ല ബുൾപ്പിട്ടുണ്ടല്ലോ. അങ്ങനെ അവൾ ഞാൻ എടുത്തേ. ഇപ്പം സെക്കായതിൽ ഞാൻ മോൾക്ക് കോട്ടൺ ഡ്രസ്സ് മാത്രമേ ഇട്ടുള്ളൂ. കാലിക്ക് സോക്സ് തലക്ക് എന്തെങ്കിലും എയർ ബാൻഡ് ഒന്നും വയ്ക്കില്ല. ചെന്ന് അവൾ ഭയങ്കര ഇറിറ്റേഷൻ ആവും. ഭയങ്കര പുറത്തെല്ലാം പോകുമ്പോൾ നല്ല ഹ്യൂമിഡിറ്റി ഇക്കറ്. അപ്പോൾ കോട്ടൺ ഡ്രസ്സ് മാത്രമേ ഇട്ടു. കാല് സോക്സ് എന്തേ ഇല്ല. അപ്പം പുറത്ത് പോയിട്ടുള്ള ഞങ്ങൾ കുറേ ഷോപ്പിംഗ് ഉണ്ട്. അങ്ങനെ ഒന്ന് ജനറൽ മീറ്റ് ആവുകൊണ്ടു അങ്ങനെയുള്ള പുറത്ത് പോയിട്ടുള്ളൂ. പുറത്ത് പോകുമ്പോൾ ഇപ്പോൾ 5 ಗಂಟೆ ആയെങ്കിലും നല്ല എന്തായിരുന്നെങ്കിൽ ഹ്യൂമിഡിറ്റി ഉണ്ട്. ഉച്ച കഴിഞ്ഞിട്ട് 5 ಗಂಟೆ ചെല്ലില്ല. വെയിലും നല്ല ബെൽക്കരിയും ജണ്ടുമുണ്ട്. വെയിലുണ്ട്, ബെൽക്കരിയുണ്ട്, ഭയങ്കര ഹ്യൂമിഡിറ്റി ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ഞങ്ങളിപ്പോൾ ഞങ്ങൾ ഇന്നലെ എൻ്റെ ഗാഡി ഒന്ന് ಟಿಂಟಿಡೋ ಕೊಡ್ತುನ್ನ. ಟಿಂಟಿಡೋ ಒಂದು ಆಯಿಲೆಲ್ಲ ಚೇಂಜ್ ಹಾಕೋಗಿಂತ അപ്പം അത് കൊടുത്തുന്ന. ബട്ട് ഈ വർക്ക്ഷോപ്പ് 6 ಗಂಟೆ ക്ലോസ് ആവും. അപ്പം അങ്ങനെ കയറി കീ എടുത്തിട്ട് പോയെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ വരുമ്പോൾ ജൗഡ് എടുത്തോ ബറ എന്ത് കീ എടുക്കോ പോയോ. കീ എടുത്ത് പിന്നെ ഞങ്ങൾ ടൗണിൽ പോയോ. ബേബി ഷോപ്പിക്ക് പോയിട്ട് ഞങ്ങൾക്ക് ബേബി ഷോപ്പറും പിന്നെ ഒന്ന് ചെന്ന് മക്കൾക്ക് ഡ്രസ്സ് എടുക്കോ എന്ത് ബേബി ഷോപ്പർ അപ്പുറമേ ഞാനിപ്പം ഞങ്ങൾക്ക് വലിയങ്ങൾക്ക് ഡ്രസ്സ് എടുക്കോ പോണ്ട്. വലിയങ്ങൾക്ക് ചെല്ലുമ്പോൾ മക്കൾക്ക് ഇക്കറ് ചെറിയ മക്കളല്ല, ചെറിയ മക്കളത് ഉണ്ട്. ബട്ട് ന്യൂ ബോൺ അങ്ങനത്തെ ഇക്കല്ലേ. ബാക്കി എല്ലാവർക്കും ആൺമക്കൾക്കും പെൺമക്കളുണ്ട്. ജെൻസിಗಿಲ್ಲ. വലിയ ആണിക്ക് ഉണ്ടാകുന്നില്ല. മേലുണ്ട് ബിയാക്കണം. ആ മേലിൽ ഇത്രത്തോളം പോയിട്ടില്ല. എൻ്റെ ഹസ്ബൻഡ് കൊടുത്ത ഡ്രസ്സ് എടുക്കാത്തതിൽ. അപ്പം മക്ക ജെണ്ടാൽ ഇറങ്ങിരാറ്. അപ്പം ഹസ്ബൻഡിൻ്റെ കാറിലെ ಬಿಟ್ಟೊತ್ತು ನಾನು ನಕ್ಕೆ ഒന്ന് സൈസ് ചേഞ്ച് ആക്കും. പിന്നെ ഒന്ന് ചെണ്ട അബായെല്ലാം എടുക്കോಗಿಂತ ഇപ്പം ರಾಯತ್ಪೊಂಡೆಲ್ಲ ಅಂಕಿಗೆಲ್ಲ കൊടുക്കുകൊണ്ട് അപ്പം അബായെല്ലാം എടുത്തിട്ട് ഹസ്ബൻഡ് ಬಂತು പേ ആക്കിയിട്ട് പിന്നെ ഒട്ടിക്ക് പോയാണങ്ങ. പിന്നെ അതിൽ പിന്നെ ഞങ്ങൾ ഇപ്പം മദീന സൈത്ത് പോയാൽ അവിടെ അങ്ങനെ ഞങ്ങൾക്ക് എന്താ ರಾಯತ್ പോണ്ട അകത്തുള്ള ഐറ്റംസ് എല്ലാം അവിടെ എന്താ അബായ, പെർഫ്യൂം, ചെരുപ്പ്, ബാഗ്, ഫാൻസി, മക്കളെ കളിക്കുന്ന അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് ദുബായ് നൈറ്റി എല്ലാം ഇല്ലേ. അങ്ങനെ എല്ലാ സാമാനം നേർച്ച നിങ്ങൾ രായത്ത് പെട്ടിയിലെ പിരിച്ചിട്ട് എല്ലാ സാമാനും ഇവിടെ കിട്ടും. ഇവിടെ കിട്ടാത്ത സാമാനം എന്തുമേലും അതിൽ പിന്നെ ഞാനിവിടെ എന്തായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് മമ്മിക്ക് എല്ലാം നൈറ്റി എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ നോർമലി ഈ ഷോപ്പിൽ നൈറ്റി എടുക്കും. ഒരു ചിന്നത്തിൽ ഒരു ഇപ്പോൾ ഇക്കറ പോലത്തെ ഇപ്പം ദുബായ് നൈറ്റി എല്ലാ ടൈം ഒരേപോലത്തെ കിട്ടും. അപ്പം വേറെ മൊപ്പം എനിക്ക് ഒരേപോലത്തെ കിട്ടും. ഇവിടെ ಬಂದಂಗೆ അങ്ങനല്ല. എനിക്ക് തെല്ല് എന്തായിരുന്നെങ്കിൽ തെല്ല് എല്ലാ ടൈമും ഒന്നും വേറെ വേറെ കിട്ടും. അങ്ങനെ ഒരു 4 നൈറ്റി എടുത്ത് ജന്നക്ക് ജന്മമ്മിക്ക്. പിന്നെ അದ್ರ ഇപ്പറ വരുമ്പോഴത്തു മക്കൾക്ക് ടോയ്സ് എടുക്കുവാന്ന് പറഞ്ഞാൽ മച്ചിൻചുക്കും എൻ്റെ മോലെ പോലെ തന്നെ ഒരു 3 months വലിയൊരു മോളിലാണ്. അപ്പോൾ അവൾക്ക് ടോയ്സ് എടുക്കും. എന്തിമേ ഡോഗ് ഇക്കറല്ല ഇങ്ങനെ ಅವರು അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ മോളെല്ലാം കളിച്ചിട്ടുള്ളൂ. അങ്ങനത്തെ കൊമ്പറയെന്നാൽ പിന്നെ കോലി മുട്ടിയിട്ര ഇങ്ങനെ കൂക്കുവാക്കി മുട്ടിയിട്ര ഒരു ടോയും ಅಂತ അതും കൊമ്പറയെന്നാറ്. അപ്പം അതും അങ്ങനെ ടോയും എടുത്തിട്ടോ. ഇങ്ങനെ ചെണ്ടാൽ ഇപ്പം ഞങ്ങളൊരു ചെറിയ മക്കളോ ബാക്കിയെല്ലാം വലിയരാറ് ടോയിൽ കളിക്കുന്ന എത്രയല്ല അതിൽ വലിയരാറ്. പിന്നെ മക്ക പിന്നെ ഗണ്ണെല്ലാം അവിടെ കണ്ടതിലെടുത്ത് കളിച്ചിട്ടുള്ളൂ. അങ്ങനെല്ലാം ആയിട്ട് ഞങ്ങൾ ഇതാകുമ്പോൾ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് ഒന്ന് നോക്കിയാൽ അപ്പം ഞങ്ങളവിടെ എനിക്ക് ബാട്ടിട്ട് മക്കളും നാനും ഹസ്ബൻഡും ഒന്ന് KM ട്രേഡിങ് ഉണ്ട് ഇവിടെ ഹൈദരാബാദിൽ മദീന ഉൾഗത്തിൽ KM ട്രേഡിങ് ഉണ്ട്. അപ്പം KM ട്രേഡിങ് ഒന്ന് പോയുള്ളൂ. അവിടെ എന്തിനാ സെബിൽ അജ്ജി മുണ്ട് കൊടുക്കുറോ. കേരളത്തെ പൈസ മുണ്ട് കൊടുക്കുറല്ലേ. അപ്പം മുണ്ട് അയിമಗು മുണ്ട് എടുക്കുകയെಂತ അങ്ങനെ തുണിയല്ലറ ഞങ്ങൾ മുണ്ട് എടുക്കുകയെಂತ മുണ്ട് എടുത്തിട്ട് ഇപ്പം സെബിൽರ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടും വൈഫും അങ്ങ് വെഡ്നസ്ഡേ ರಾಯತ್ಪೊಂಡಾರ್. അങ്ങ് ರಾಯತ್ಪೊಂಡು എനിക്ക് പിടില്ല ಅಂತ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് അങ്ങനെ രണ്ട് മക്കളും ഫ്രണ്ട്. പിന്നെ അപ്പം അങ്ങോട്ട് ഞങ്ങൾ ഒത്തുക്കും പോയ മക്കളും നോക്കല്ലേ അവിടെ ഇപ്പോൾ കലിയോട് കലി. പിന്നെ ഇങ്ങ ഞങ്ങളെ നെയ്ബർ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉത്തര നെയ്ബർ ഇങ്ങ. അപ്പം ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് അങ്ങനെ മക്കും ഫ്രണ്ട് അങ്ങനെ മക്ക സെയിം സ്കൂളിലേക്ക് പോകണ്ടോ. അങ്ങനെ അങ്ങോട്ടെല്ലാം കളിച്ച പിന്നെ ഞങ്ങൾ അവിടുത്തെ ബന്ന ചെന്നെങ്കിൽ ഒരു 10 അല്ല 9:15 അല്ല ഇത്. പിന്നെ ഞങ്ങൾക്ക് എന്താ പറയുന്നെങ്കിൽ ഗാഡി മേടിക്കണല്ലേ. മുസഫത്ത് പോയിട്ട് ഗാഡി എടുത്തിട്ട് വേണം ഞങ്ങൾക്ക് ഔത്ത് പോകും. അപ്പം ജണ്ട് ഗാഡി ಬಿಟ್ಟು പോകണം. അപ്പം മോളോ ഹസ്ബൻഡ് ഇതിലേതേ ബട്ടോ ഈ ഗാഡിയിൽ ഇതേ ബട്ടോ നോക്കി തലതേക്കില്ല. ഹസ്ബൻഡൊക്കെ നാനും ഹസ്ബൻഡിട്ട് പോണ്ടേ അങ്ങനെ പോണ്ടേ എന്നാൽ. അപ്പം പിന്നെ നാനും രണ്ടാമത്തെ മോനും ഞങ്ങൾ പോയാൽ പിന്നെ എൻ്റെ വലിയ മോനും കിടാവും പിന്നെ ഹസ്ബൻഡും ആ കാറിൽ വന്നാറ്. അപ്പം ഞങ്ങൾ ഫസ്റ്റിಗೆ ಬಂದ. ഹസ്ബൻഡിക്ക് പിന്നെ ബോക്സ് എല്ലാം എടുക്കുകൊണ്ട് നമുക്ക്
ಪ್ಯಾಕೆಲ್ಲ ಹಾಕಿ ಬೇಕು. ಇಲ್ಲ ಚೆಂದ ನಂಗೆ ಪೆರ್ನಾಲ್ಗೆ ಕೂಡ ಹೋಗಿ ಕೊಬ್ಬ ಪೆರ್ನಾಳ ಮುನ್ನಲೆಲ್ಲ ಪ್ಯಾಕ್ ಹಾಕಿ ಬೇಕಾಜಂತ.